ഈശ്വര സങ്കല്പമൊക്കെ തന്നെ ഒരു ഒരു മിഥ്യാസങ്കല്പമാണ്. അന്ന് ആ ചെറുപ്പക്കാരൻ സ്വരൂപിച്ച ജീവിത അനുഭവങ്ങൾ വളരെ വലുതായിരുന്നു. ഈശ്വര വിശ്വാസം ശരിക്കും അനിവാര്യമാണോ അല്ലയോ? എല്ലാ വിശ്വാസങ്ങളും അന്ധങ്ങളാണ്. പക്ഷെ വിശ്വാസം അനിവാര്യമാണ് സാമാന്യ സമൂഹത്തിന്. ക്ഷേത്ര ദർശനം ഇങ്ങനെ ഒരു എളുപ്പ മാർഗമായിട്ട് നമുക്ക് കരുതാമോ? ഒരിക്കലും ഈശ്വരനെ ഭയക്കാൻ പാടില്ല. ഭയമല്ല ഭക്തി. ഇതിപ്പോ കാവ്യം മണ്ണാണ്. ആത്മവിശ്വാസം ദൃഢമായ ഒരു വ്യക്തിക്ക് മറ്റൊരു വിശ്വാസവും ആവശ്യമില്ല. ഇപ്പൊ ഈ നന്ദഗോവിന്ദ ഭജൻസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും ഇങ്ങനെ തന്നെ തുടരേണ്ടതുണ്ടോ? നമസ്തേ സ്വാമിജി. നമസ്തേ. സ്വാമിജിയുടെ ആധ്യാത്മികതയിലേക്കുള്ള ഒരു യാത്ര അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. അതൊന്ന് വിവരിക്കാമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് തന്നെ വിവരിക്കാൻ കഴിയുന്നത് ചെറിയൊരംശമായിരിക്കും. അതെ. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും വൃത്തികൾ പ്രകടമാകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുക. അതിൻ്റെ കാരണമായിരിക്കുന്ന സംസ്കാരങ്ങളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വന്തം യാത്ര സംബന്ധിച്ചാണെങ്കിൽ പോലും അതിനൊരു പൂർണ്ണതയോടുകൂടി പറയാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പറയുന്നതിന് പരിമിതി ഉണ്ടെന്നാണ് സൂചിപ്പിച്ചത്. ഇപ്പം ചില ഉദാഹരണം പറയുകയാണെങ്കിൽ, കൊച്ചു കുഞ്ഞായിരിക്കണ സമയത്ത്, ഒരു 3.5 വയസ്സ് 4 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് വീട്ടിൽ അമ്മ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടിയോട് എന്ത് ജോലിയാണ് പറയുക? ആ വിറക് കഷ്ണം ഒന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ പാത്രം ഒന്ന് ഇങ്ങോട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ദോശയൊന്ന് മറിച്ചിടും, ഇങ്ങനത്തെയൊക്കെ പണികൾ. അപ്പോൾ ഈ കുട്ടി എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഉടനെ കുട്ടിയുടെ അച്ഛൻ ചോദിക്കും, ഇതെന്താ നിനക്ക് വയ്യാതെ? ഇത് വല്ല ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിക്കും. ഇത് വല്ല ബ്രഹ്മവിദ്യയാണോ, എന്തുകൊണ്ട് നിനക്ക് വയ്യ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിരുന്ന് ആലോചിക്കും, എന്താ ഈ ബ്രഹ്മവിദ്യ? അത്ര പ്രയാസമാണോ ഇത്? അത്ര പ്രയാസമാണെങ്കിൽ എനിക്ക് അത് തന്നെ പഠിക്കണം. എളുപ്പമുള്ളത് മറ്റുള്ളവർ പഠിച്ചോട്ടെ. അപ്പം 4 സഹോദരങ്ങൾ വേറെ ഉണ്ട്. 5ാമത്തെ കുട്ടിയായിട്ടാണ് നമ്മൾ ജനിച്ചത്. അപ്പോൾ എളുപ്പമുള്ളത് അവരൊക്കെ ചെയ്തോട്ടെ, എനിക്ക് വിഷമമുള്ളത് തന്നെ പഠിക്കണം എന്നൊരു സങ്കല്പം ഉള്ളിൽ വരും. കൊച്ചു കുഞ്ഞിന് 4 വയസ്സൊക്കെ ഉള്ള സമയത്ത് എന്താ ബ്രഹ്മവിദ്യ എന്നറിയില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞ അച്ഛൻ തന്നെ അറിയുമെന്ന സംശയമാണ്. പക്ഷേ ഈ കുട്ടിക്കത് ചിന്താ വിഷയമാകും. പക്ഷേ ക്രമേണ സ്കൂളിൽ ചേർന്നു. മറ്റെല്ലാ കുട്ടികളെയും പോലെ കളിക്കാനും പഠിക്കാനും ഒക്കെയുള്ളൊരു മേഖലയിൽ പോയപ്പോൾ ബ്രഹ്മവിദ്യയും പോയി, ആ സങ്കല്പവും പോയി, ഒക്കെ പോയി, ഒന്നുമില്ല. പക്ഷേ ചെറുപ്പം തൊട്ട് നമ്മൾ മുമ്പിൽ കാണുന്ന ഈ പ്രതിഭാസങ്ങളുടെ ഒക്കെ പിന്നിൽ എന്താണ്? ഇപ്പോൾ വെള്ളം ഒഴുകുന്ന കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വെള്ളം ഒഴുകുന്നത്? സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സൂര്യൻ ഉദിക്കണത്? ഒരു മൊട്ട് പൂവായി വിടരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം? ഈ ഒരു അന്വേഷണം അല്ലാതെ കൊച്ചു കുഞ്ഞാവുമ്പോൾ തന്നെ ഉള്ളിലുണ്ടായിരുന്നു. അതിനോട് ഒന്നിച്ചാണ് മുത്തശ്ശിയിൽ നിന്ന് ദിവസവും കേൾക്കുന്ന കഥകൾ. രാമായണവും ഭാഗവതവും ഭാരതവും നിത്യവും മുത്തശ്ശി പറഞ്ഞു തരും. മുത്തശ്ശി എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ. സംസ്കൃതത്തിൽ വിദുഷിയായിരുന്നു. അതുകൂടാതെ കവിതകൾ എഴുതുമായിരുന്നു. അപ്പം ദിവസവും കഥകൾ കേട്ടിട്ടാണ് ബാഹ്യമായി ഉറങ്ങിയത്. പക്ഷേ അത് സത്യത്തിൽ ഉറങ്ങലല്ല, ഉണരലാണ്. അപ്പോൾ രാമനും രാവണനും കൃഷ്ണനും കംസനും, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിപരീതങ്ങൾ. അതുപോലെ ഷിർദി സായിബാബ, വിവേകാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ഇവരൊക്കെ നിറഞ്ഞൊരു ലോകം പതുക്കെ രൂപപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു നേരത്തെ പറഞ്ഞ സത്യ അന്വേഷണം ഒരു ഭാഗത്ത്, ഈ കഥകളൊരു ഭാഗത്ത്, വീടിൻ്റെ സാഹചര്യം എല്ലാം കൂടി അങ്ങനെ വികസിച്ച് വന്നപ്പോൾ 4ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ഒരു ലബോറട്ടറിയൊക്കെ സ്വന്തമായി തയ്യാറാക്കുന്ന അവസ്ഥയിലെത്തി. ആൽക്കലികളും ആസിഡുകളും ഒക്കെ പരീക്ഷണങ്ങൾ, ബീക്കറുകളും ടെസ്റ്റ് ട്യൂബുകളും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതം. ഇതൊക്കെ ഒരു ഭാഗത്താണ്. മറ്റൊരു ഭാഗത്ത് മറ്റെല്ലാ കുട്ടികളെ പോലെ വികൃതിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്ത ഭാവങ്ങൾ ഒരു വ്യക്തിത്വത്തിൽ രൂപപ്പെടുന്നൊരവസ്ഥ. അങ്ങനെ
അതൊരു ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ കുട്ടികൾക്ക് അസൈൻമെൻ്റ് ഒക്കെ സ്കൂളുകളിൽ ക്ലാസ്സിൽ കൊടുക്കും. അന്ന് അതൊന്നും ഇല്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. പക്ഷേ ആ സമയത്ത് ശാസ്ത്ര സംബന്ധമായി, പ്രത്യേകിച്ച് കെമിസ്ട്രി, ഫിസിക്സ് എന്നിവയിൽ എന്ത് ആർട്ടിക്കിൾ എവിടെ കണ്ടാലും ശേഖരിച്ച് വെക്കുക, സ്വന്തമായൊരു ശാസ്ത്ര ലോകം എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതി തുടങ്ങി. അതിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. വലിയ ബൃഹത്തായ 2 ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു. ഒരു 7ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം മുന്നോട്ട് വന്നു. എന്തിനേയും നിരീക്ഷിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, ആ രീതിയിലായിരുന്നു. അപ്പം അങ്ങേയറ്റം ഈശ്വര വിശ്വാസം, അടിവരയിട്ട് പറയുകയാണ് വിശ്വാസം, അതിൽ അധിഷ്ഠിതമായൊരു കുടുംബം. ഒരുപക്ഷെ അമ്മയേക്കാൾ കൂടുതൽ അമ്മമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ അമ്മമ്മയിൽ നിന്ന് ധാർമ്മിക പാഠങ്ങൾ ദിവസവും കേൾക്കൽ, ഇതൊക്കെയായിട്ട് ആ കുട്ടി അങ്ങനെ വളർന്നു വന്നു. ക്രമേണ വായനകളുടെ ലോകത്തിലേക്ക് തിരിഞ്ഞു. ആ കാലഘട്ടത്തിലാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആവിർഭാവം. എനിക്ക് തോന്നുന്നു നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തായിരിക്കണം. ശാസ്ത്ര കേരളം എന്നൊരു മാസിക ഉണ്ടായിരുന്നു. അവരുടെ പുസ്തക നിധി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അംഗമായി ശാസ്ത്ര കേരളം എല്ലാ മാസവും വായിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഈ കഥകളൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഈശ്വര സങ്കല്പമൊക്കെ തന്നെ ഒരു മിഥ്യാസങ്കല്പമാണ്. അതായത് സാഹചര്യങ്ങളെ ഭയപ്പെട്ടവൻ രക്ഷയ്ക്ക് വേണ്ടി ആശ്രയിച്ചൊരു സങ്കേതം മാത്രമാണ് ഈശ്വരൻ. അല്ലാണ്ട് ഈശ്വരനൊന്നും ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ആ കുട്ടി എത്തുകയാണ്. അങ്ങനെ 6, 7, 8 ക്ലാസ്സുകളിലൊക്കെ ആ രീതിയിലുള്ളൊരു വികാസമാണ്. നേരത്തെ പറഞ്ഞ ബ്രഹ്മവിദ്യയില്ല, ഒന്നുമില്ല, അങ്ങനെ പോവുകയാണ്. 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഭാഗത്ത് വായന വളരെയധികം, നോവലുകൾ, കഥകൾ, കമ്മ്യൂണിസത്തിൻ്റെ, സെക്സിൻ്റെ, അങ്ങനെ ഇന്ന മേഖല എന്നില്ല, ഒരു പരന്ന വായന. ശരിക്കും പറഞ്ഞ ഒരു ലാർവ സ്റ്റേജാണത്. പിന്നീട് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വ്രതനിഷ്ഠയോടുകൂടി ശബരിമലയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതെന്തോ വലിയൊരു പരിവർത്തനം ആ കുട്ടിയിൽ വരുത്തി. എടുത്തു പറയത്തക്കതായൊരു ഔപനിഷദമായ പഠനമൊന്നുമില്ല, ഉപനിഷത്തുക്കളൊന്നും പഠിക്കുന്നില്ല, ഈ പറഞ്ഞ വായനകളൊക്കെയാണ്. പിന്നെ ഒരു 11ാം ക്ലാസ്സിൽ, അതായത് അന്നത്തെ കാലത്ത് പ്രീഡിഗ്രിയാണ്, പ്രീഡിഗ്രിയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ വായന അവിടെ നിന്നു. വായനയുടെ പരന്ന വായന അവിടെ നിന്നു. അത് ഏകദേശം 7ാം ക്ലാസ് തുടങ്ങിയതായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഇയർ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് അച്ഛൻ എന്നുള്ളത് ഏതച്ഛനാണോ, ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിച്ചിരുന്ന അച്ഛൻ, ആ അച്ഛൻ തന്നെ. അച്ഛനൊന്നല്ലേ ഉള്ളൂ. പക്ഷെ പിന്നെ ഇതിന് ആ അച്ഛൻ എന്ന് പറഞ്ഞത്, ഈ കുട്ടിയുടെ മനസ്സിനുള്ളിൽ ബ്രഹ്മവിദ്യ എന്നൊരു ബീജം 4 വയസ്സുള്ളപ്പോൾ പാകിയ അച്ഛൻ എന്നാണ് ഉദ്ദേശിച്ചത്. ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ എന്നുള്ളൊരു കൊച്ചു പുസ്തകം എന്ന് പറഞ്ഞാൽ ബുക്കല്ല, അത് ബുക്ക്ലെറ്റാണ്. ഇത്രയും വലുപ്പമുള്ളൂ. കൊണ്ടുവന്നു തന്നു. ഇപ്പോൾ കോളേജിൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, സയൻസ് ഗ്രൂപ്പിനാണ് പഠിക്കുന്നത്. പുറത്ത് വായനകൾ ഉണ്ടായിരുന്നു, കുറഞ്ഞു. 9, 10 ക്ലാസ്സിലെ കുട്ടിക്ക് എന്തൊക്കെ നെറുകേട് ഉണ്ടാകാമോ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഡിഗ്രി കുട്ടിക്ക് എന്തൊക്കെ നെറുകേട് ഉണ്ടാകാമോ, എല്ലാം 9, 10 ക്ലാസ്സിൽ അനുവർത്തിച്ചൊരു കുട്ടിയാണ്. അത്രേ പറയുന്നുള്ളൂ. ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ശേഷം ഒരു ദിവസവും ക്ലാസ്സിൽ ഉണ്ടാവില്ല. കാരണം ജനവാതിലിന് അഴിയില്ല. നാട്ടിലടിച്ച സിനിമാ ഹാൾ ഇഷ്ടംപോലെ. ഈ ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ ഒരിരിപ്പിന്, വ്യക്തമായി ഇപ്പോഴും ഓർമ്മയുണ്ട്, 30 പ്രാവശ്യം വായിച്ചു. ഒരിരിപ്പിന് എന്തെല്ലാമോ എവിടെയൊക്കെയോ ഒരു പരിവർത്തനം. എന്താന്ന് പറയാൻ വയ്യ. തൻ്റെ ധാരണകളിൽ എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കൂടുതൽ പഠിക്കണം. ആ കൂടുതൽ പഠിക്കണം എന്നുള്ള ചിന്തയാണ് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദയിലേക്ക് നയിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ പഠിച്ച് പൂർത്തിയാക്കി. ഇപ്പം അത് 9 വോളിയാണ്. അന്ന് ഇംഗ്ലീഷിൽ 8 വോളിയാണ്. ഇന്ന് ഇംഗ്ലീഷിൽ 9 വോളിയാണ്. അന്ന് 8 വോളിയാണ്. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിത, രംഗനാഥാനന്ദ സ്വാമികളുടെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളും, ചിന്മയാനന്ദ സ്വാമികളുടെ
ഗ്രന്ഥങ്ങൾ, അങ്ങനെ അങ്ങനെ ആണ് ഒരു ഫസ്റ്റ് പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് പ്രീ ഡിഗ്രിയും 2 വർഷം പുറമെ ഈ വ്യാപാരം. പുറമേ എന്ന് പറയാൻ കാരണം ശാസ്ത്രത്തിനകത്തേക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ അവിടെ ആ കുട്ടിക്കുള്ളൊരു ഒരു അപ്പം മറ്റു രീതിയിൽ കോളേജ് വിദ്യാഭ്യാസമുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, എല്ലാവരെ പോലെ വികൃതി കളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നിലും ഒരു ചേർച്ചയില്ല. അപ്പോൾ SFIൻ്റെ പരിപാടിക്ക് പോകും, KSCൻ്റെ പരിപാടിക്ക് പോകും, ABVPൻ്റെ പരിപാടിക്ക് പോകും, MSFൻ്റെ പരിപാടിക്ക് പോകും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, എല്ലാവരുമായിട്ട് സ്നേഹബന്ധം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അവിടെ ഈ ഗ്രന്ഥങ്ങളിലൂടെ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ധാരണ കുട്ടിയുടെ ഉള്ളിൽ എവിടെയോ ഒരു ന്യൂനതയുണ്ട്. ഇതിനൊക്കെ പൂർണ്ണത കിട്ടണമെങ്കിൽ മറ്റെന്തോ ഒന്ന് ചേർക്കണം. അതായത് ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ ആയാലും ഏത് തന്നെ ആയാലും അതിനൊരു പൂർണ്ണത എനിക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റെന്തോ ഒന്ന് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ. ആ ധാരണയാണ് ശങ്കരഭാഷ്യങ്ങളുടെ പഠനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാന പ്രേരണയായിരുന്നത് പരംപൂജ്യ മൃഡാനന്ദ സ്വാമികളാണ്. മൃഡാനന്ദ സ്വാമികളുടെ ഒരു കത്തെഴുതി സ്വാമിജിയുടെ മറുപടി വന്നത് കുട്ടി ശങ്കരഭാഷ്യം പഠിക്കൂ എന്നായിരുന്നു. അങ്ങനെ ശങ്കരഭാഷ്യം പഠിക്കണം. എന്ത് വഴിയുണ്ട്? സംസ്കൃതം പഠിച്ചിട്ടില്ല. സംസ്കൃതത്തിൻ്റെ ഒരു വൃത്തിയുണ്ട്. കാരണം അമ്മമ്മയിൽ നിന്നും അതുപോലെ കുടുംബ പശ്ചാത്തലത്തിലും എല്ലാം തന്നെ സംസ്കൃതത്തിൻ്റെ വൃത്തിയുണ്ട്. പക്ഷെ സംസ്കൃതം പഠിച്ചിട്ടില്ല. സ്കൂളിൽ സംസ്കൃതം പഠിച്ചിട്ടില്ല, കോളേജിൽ പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ശങ്കരഭാഷ്യം കിട്ടും എന്നൊക്കെയുള്ള ചിന്തയായി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അച്ഛൻ ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൂർവികമായിരുന്ന ഗൃഹത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. വലിയ 2 പെട്ടിയായിട്ട്. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ 10 ഉപനിഷത്തുക്കളുടെയും ശങ്കരഭാഷ്യം മലയാള അനുവാദത്തോടു കൂടി, ഭാഷ്യവും മലയാള ലിപിയിൽ, അനുവാദവും മലയാള ലിപിയിൽ. അത് 1940കളിൽ പാലക്കാട് നിറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ ബ്രഹ്മസൂത്രം ഭാഷ്യം, ഭഗവത്ഗീത ഭാഷ്യം, വാൽമീകി രാമായണം, ശ്രീമദ് ഭാഗവതം കൊല്ലങ്കോട് ഗോപാൽ നായരുടെ വ്യാഖ്യാനത്തോടു കൂടി, ഇതെല്ലാമാണ്. അതിൻ്റെ ഒന്നിച്ച് പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ്. ഇതെന്തിനു കൊണ്ടുവന്നു എന്ന് അച്ഛൻ അറിയില്ല. അദ്ദേഹത്തിന് കണ്ടു, അവിടെ പലതും കണ്ടു, പക്ഷെ ഇതാണ് എടുക്കാൻ തോന്നിയത്. ഈ കുട്ടിക്ക് നിധി കിട്ടിയ പോലെയായി. അങ്ങനെ അതിൻ്റെ പാരായണത്തിലേക്ക്, പഠനത്തിലേക്ക് പ്രവേശിച്ചു. അത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ 2 പേരോടാണ് കത്തെഴുതി ചോദിച്ചിരുന്ന സംശയം. ഒന്ന് പരമപൂജ്യ മൃഡാനന്ദ സ്വാമികളോട്, 2 പരമപൂജ്യ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളോട്. സംശയം ചോദിച്ചാൽ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ മറുപടി കാർഡിലായിട്ട് വരുമായിരുന്നു. കാർഡിലാണ് മറുപടി എഴുതുക. ചിലപ്പോൾ അത് തൃപ്തി വരില്ല, ചിലപ്പോൾ തൃപ്തി വരും. തൃപ്തി വന്നില്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ അത് കുറിച്ചെടുക്കും. എന്നിട്ട് അന്ന് താമസിച്ചിരുന്ന സാഹചര്യത്തിൻ്റെ അടുത്തുള്ളൊരു ഒരു പാറയുണ്ട്, വാണിയമ്പലം പാറ. മലപ്പുറം ജില്ലയിൽ വണ്ടൂരിനടുത്താണ് വാണിയമ്പലം. ആ വാണിയമ്പലത്താണ് ഈ വാണിയമ്പലം പാറ. അതിൻ്റെ മുകളിൽ പോയിരിക്കും. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ തിരിച്ചു വരൂ. അങ്ങനെ ഒരു ജീവിതക്രമമായിരുന്നു ആ കാലത്ത്. ഇപ്പം ഇതേ സാഹചര്യത്തിൽ സംഭവിക്കുന്ന മറ്റൊരു വിഷയം, വലിയ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു വീടിനോട്. ഒരു മനുഷ്യനോട് എങ്ങനെയാണ് അമ്മയോട് അച്ഛനോട് ഒക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക, അതുപോലെ വീടിനോട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ആ വീട് വിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. ആ വീട് വിറ്റ സമയത്ത് പിന്നെ പല വാടക വീടുകളിലായി താമസം. മാറി 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 പല വാടക വീടുകളിൽ. പക്ഷേ ഈ വാടക വീടുകളൊക്കെ ഈ പ്രദേശത്ത് തന്നെയാണ്, വണ്ടൂർ പ്രദേശത്താണ്. അപ്പോൾ അവിടുന്ന് വാണിയമ്പലം പാറയ്ക്ക് മുകളിൽ പോകും. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് അവിടുന്ന് മടങ്ങുക. അങ്ങനെയുള്ളൊരു ഒരു ഗതിയിൽ കാലടി ശ്രീരാമകൃഷ്ണാശ്രമമായിട്ട് ഉള്ള ബന്ധം, അവിടുത്തെ യൂത്ത് ക്യാമ്പുകൾക്ക് പങ്കെടുക്കുന്നൊരവസ്ഥാവിശേഷം, ഒരുപാട് മഹാത്മാക്കളെ പരിചയപ്പെടാനും ബന്ധപ്പെടാനുമുള്ള സാഹചര്യം, ഇതൊക്കെ ലഭിച്ചു. അങ്ങനെ ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ മാർഗം സന്യാസമാണെന്നുള്ളൊരു നിശ്ചയം എടുത്തത്.
പിന്നെ സ്വയം പരീക്ഷിക്കുകയായിരുന്നു, ഞാനതിന് യോഗ്യനാണോ പ്രാപ്തനാണോ. കാരണം സന്യാസം കുട്ടിക്കളിയല്ല. അതെ. എടുത്തു ചാടി തനിക്ക് മാത്രമല്ല ദുഃഖം, സമാജത്തിന് തന്നെ മോശമാവും. അതുകൊണ്ട് പിന്നീടുള്ള കാലഘട്ടം സ്വയം പരീക്ഷിക്കുകയായിരുന്നു. പിന്നീട് അച്ഛനമ്മമാരുടെ സമ്മതം ചോദിച്ചു. അവർക്ക് സമ്മതമായിരുന്നില്ല. അവർ വിഷം വാങ്ങി തരാനാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛനാണ് ഉപനിഷത്തുകൾ കൊണ്ടുതന്നത്. അച്ഛനാണ് ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ തന്നത്. അച്ഛനാണ് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു തന്നത്. പക്ഷെ അതേ അച്ഛൻ പറഞ്ഞ വിഷം വാങ്ങി തരാനാ. അപ്പോൾ അത് ചെയ്യില്ല ഒരിക്കലും. നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഞാൻ പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ പോകുന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞ് പിന്നെ അവരെ ബോധിപ്പിക്കാനുള്ള ഒരു ജീവിതക്രമമാണ്. പുറമെ കോളേജിൽ പഠിക്കുന്നുണ്ട്, അപ്പോഴത്തെ ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷനായി, അതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് ഈ ഒരു സൂക്ഷ്മ സാധനയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു ദ്വന്ദ്വ വ്യക്തിത്വമാണ് അവിടെ. കാരണം പുറമേ മറ്റു കുട്ടികൾക്കൊന്നും അറിയില്ല ഇതൊന്നുമാണ് ഇവനിങ്ങനെയാണെന്നുള്ളത്. പക്ഷെ സിമ്പിളാണ്. അവൻ മറ്റു കുട്ടികളെ പോലെയുള്ള ജീവിതമല്ല. അപ്പോഴത്തേക്ക് ജീവിതത്തിനൊക്കെ മാറ്റമുണ്ട്. എങ്കിൽ പോലും ഇത്ര വേദാന്ത പഠനാണെന്നുള്ളത് പുറമെ അറിയിക്കാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു നിശ്ചയം, സന്യാസത്തിൽ ഒരു നിശ്ചയമാണ്. അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രംഗനാഥാനന്ദ സ്വാമികളുമായിട്ട് കണ്ടുമുട്ടുന്ന സന്ദർഭം, തപസ്യാനന്ദ സ്വാമികളായിട്ട് കണ്ടുമുട്ടുന്ന സന്ദർഭമൊക്കെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവ് തന്നെയാണ്. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ, ഞാനിതിന് യോഗ്യനാണോ എന്ന് പരീക്ഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ വിജയിച്ചു തോന്നിയ സമയത്ത് അഹങ്കാരം വന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഹങ്കാരം ഏറ്റവും ആപത്കാരിയാണെന്നുള്ള തിരിച്ചറിവും ആ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തോ ഒരു ഒന്നുകിൽ പൂർവ്വ സമ്പാദ്യമെന്നോ അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമെന്നോ ഒക്കെ പറയണം. ഏതായാലും അങ്ങനെയാണ് ഈ ഒരു ആരംഭഘട്ടം ഉണ്ടാവുന്നത്. പിന്നീട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ പോവും എന്നൊരു ധാരണ ഉറച്ച സമയത്ത് സ്ഥലം വിട്ടു. ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ വളരെ സ്വാധീനം ചെയ്ത ഒന്നായിരുന്നു കാലടി ശ്രീരാമകൃഷ്ണാശ്രമമായിട്ടുള്ള ബന്ധം. അവിടെ ഭാഷ്യങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉള്ളിൽ ഉറയ്ക്കുന്ന സമയത്ത് തന്നെ ശ്രീരാമകൃഷ്ണദേവനിൽ വലിയ ഭക്തിയും ശ്രദ്ധയും സമർപ്പണവും ഒക്കെ ഉണ്ടാവുകയായി. അങ്ങനെ ഒരു ഭാഗത്ത് അച്ഛനമ്മമാരും ഒക്കെ മനസ്സിലാക്കി ഇവൻ്റെ മാർഗം സന്യാസമാർഗമാണെന്നുള്ളത്. പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പുറത്ത് സമ്മതം തരാൻ പറ്റില്ല. ജീവിതത്തിൽ മറ്റൊരു മാറ്റം വന്നത് എംകോമിന് പഠിക്കുന്ന കാലത്ത് ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ, ഇപ്പോൾ പ്രൊഫസർ ഒരു ജോബ് ഷീറ്റ് എഴുതുകയാണെങ്കിൽ പ്രൊഫസർ എഴുതി തിരിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഉത്തരം എഴുതുമായിരുന്നു. അത്രയും സ്പീഡിൽ സൊല്യൂഷനിൽ എത്തുമായിരുന്നു. അതെല്ലാം കൃത്യമായിരിക്കും. പക്ഷെ അതേ വ്യക്തിക്ക് 2 ഡിജിറ്റ് കൂട്ടാൻ വയ്യാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ അക്കൗണ്ട്സിൽ വളരെ സങ്കീർണമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ പെട്ടെന്ന് എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് ചെയ്യുമായിരുന്ന അതേ വിദ്യാർത്ഥിക്ക് 2 അക്ഷരങ്ങൾ കൂട്ടാൻ പോലും പറ്റാത്ത, അത്രയും മനസ്സിലൊന്നും ചേരാത്തൊരവസ്ഥാവിശേഷം. അത് വല്ലാതെ ഉള്ളൊരു ദ്വന്ദ്വം ഉണ്ടാക്കിയ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു ചാൻസ് വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ചേച്ചിയുടെ 2ാമത്തെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് അച്ഛനമ്മമാർ ദില്ലി പോയ സമയമാണ്. അപ്പോൾ വാടക വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ അതും പൂട്ടി താക്കോലും എടുത്ത് സ്ഥലം വിട്ടു. പിന്നീട് ഒരു 8-9 ദിവസത്തെ യാത്ര, വേണ്ടതുപോലെ ഭക്ഷണമില്ലാതെ, വിശ്രമിക്കാൻ സ്ഥലമില്ലാതെ, തീർത്തും മുഷിഞ്ഞു നാറിയ വസ്ത്രമായിട്ട്, അത്രയേ ഉള്ളൂ. 8-9 ദിവസമേ ഉള്ളൂ. പക്ഷെ ആ 8-9 ദിവസം അന്ന് ആ ചെറുപ്പക്കാരൻ സ്വരൂപിച്ച ജീവിത അനുഭവങ്ങൾ വളരെ വലുതായിരുന്നു. അങ്ങനെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ കോയമ്പത്തൂർ എത്തിപ്പെട്ടു. അങ്ങേയറ്റത്തെ സ്നേഹം, അചിന്ത്യമായ അവാച്യമായ സ്നേഹം കൈമുതലാക്കിയിട്ടുള്ളൊരു സ്വാമിജിയായിരുന്നു അവിടുത്തെ മഠാധിപതി. അദ്ദേഹം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു ബ്രഹ്മചാരിയായിട്ട് ജീവിതം ആരംഭിച്ചു.
ഇപ്പം അക്കൗണ്ട്സിൻ്റെ മർമ്മം അറിയാമായിരുന്നു. അതുകൊണ്ട് സ്വാമിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പെട്ടെന്ന് തന്നെ നിയമിക്കപ്പെട്ടു. വലിയൊരു സ്ഥാപനത്തിൻ്റെ മുഴുവൻ അക്കൗണ്ട്സും കണ്ണിലൂടെ പോകുന്നൊരവസ്ഥ വന്നു. അവിടെ സത്സംഗമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലൊരു ദുഃഖം, ഒരു ചിന്ത, ഒരു വ്യഥ വളർന്നു വന്നു. ഇതല്ലല്ലോ നിൻ്റെ സന്യാസ സങ്കല്പം, ഇതിനല്ലല്ലോ നീ അച്ഛനെയും അമ്മേനെയും വിട്ടു പോകുന്നത്. ഇത് സുഖകരമായൊരു ജീവിതമാണല്ലോ ഇവിടെ. അങ്ങനെ അത് ഒരു വ്യഥയായി രൂപപ്പെടുന്ന സമയത്താണ് ഒരു ദിവസം ആശ്രമത്തിലേക്ക് അച്ഛനും അമ്മയും വന്നു. അപ്പം മനസ്സിലാക്കണം, അവരെ സന്യാസത്തിന് സമ്മതം അവരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവിച്ച കുട്ടി ത്യാഗത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ജീവിതമാണ്. ഇപ്പോൾ 2 സെറ്റ് വസ്ത്രം മാത്രം. ഒരു കോളേജിൽ പോകുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികളെ പറ്റിയാണ് പറയണത്. ആ രീതിയിലുള്ള ഏറ്റവും ലളിതമായ ഭക്ഷണം, അത് തന്നെ പലപ്പോഴും ഭക്ഷണം കഴിക്കില്ല. കാരണം അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിശക്കുന്ന ആളെയും കൂട്ടി കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ജീവിതമായിരുന്നു. വെറും പുൽപ്പായിൽ മാത്രം കിടക്കുക എന്നത് ആശ്രമത്തിലെ ഒരു ബ്രഹ്മചാരി എന്നുള്ള രൂപത്തിൽ നല്ല കുട്ടപ്പനായിട്ട്, നല്ല ടിപ് ടോപ്പായിട്ട്, വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, ക്ലീൻ ഷേവൊക്കെ ചെയ്ത്, കൂടാതെ 19 താക്കോലുകളൊക്കെ ഉണ്ട് കയ്യിൽ. കാരണം സ്റ്റോറിൻ്റെ താക്കോൽ, അതിൻ്റെ താക്കോൽ, ഇതിൻ്റെ പലതിൻ്റെയും ചാർജ് ഉണ്ട്. അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, നീ ഒരു സന്യാസി ആവണമെങ്കിൽ നല്ല സന്യാസി ആവണ്ടേ? നീ ഇങ്ങനെ വലിയൊരു താക്കോലൊക്കെ തൂക്കി വലിയൊരു തമ്പുരാനായി നടക്കാനാണോ സന്യസിച്ചത്? അതിനാണോ നീ വീട് വിട്ടത്? ഗൃഹസ്ഥനാണെങ്കിൽ നല്ല ഗൃഹസ്ഥനാവുക, സന്യാസിയാണെങ്കിൽ നല്ല സന്യാസിയാവുക. ഇതിൻ്റെ അർത്ഥം പ്രത്യേക ഉത്തരവാദിത്വം വഹിക്കുന്നവർ നല്ല സന്യാസി അല്ല എന്നല്ല അർത്ഥം. നമ്മുടെ കർത്തവ്യമാണത്. പക്ഷെ അന്നത്തെ ചെറുപ്പക്കാരൻ്റെ ഒരു പരിവർത്തനം വരുന്ന ഘട്ടത്തിലെ ചിന്തകളാണ്. ഇന്നൊരിക്കലും ചിദാനന്ദ സ്വാമിക്ക് ആ ചിന്ത വരില്ല. ഈ താക്കോൽ 1000 താക്കോൽ വെച്ചാലും എനിക്ക് മാറ്റമില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ആ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ അത് വല്ലാതെ ഉള്ളിലേക്ക് കൊണ്ടു. അതേ സമയത്ത് സ്നേഹസമ്പന്നനായ സ്വാമിജിയോട് സമ്മതം കിട്ടുകയില്ല, ഉറപ്പാണ്. അവിടുന്ന് വിട്ടുപോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടുന്ന് ചാടി. ഒരു കത്തെല്ലാം എഴുതി വെച്ച് അവിടുന്ന് ചാടി. പിന്നീട് ഭാരതത്തിൽ പല പ്രദേശങ്ങളിലായി കാൽനടയായും കള്ളവണ്ടി കയറിയും ഫ്രീ ലോറിക്കും അങ്ങനെ 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 യാത്ര ചെയ്ത് 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 ഒരുപാട് സത്സംഗങ്ങൾ നേടിക്കൊണ്ട് സഞ്ചരിച്ചു. അതൊരുപാട് പറയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ വേണ്ടി വരും, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ എടുത്തു പറയേണ്ടത്, ഗോകർണത്ത് ഒരു ഗുഹാവാസിയായിട്ടുള്ളൊരു അമ്മ ഉണ്ടായിരുന്നു. മലയാളിയാണ്. അമ്മയ്ക്ക് അന്ന് തന്നെ ഒരു 80-85 വയസ്സുണ്ടാവും. ആ അമ്മയുടെ കൂടെ ഒരു 3 ദിവസം താമസിച്ചത് അത് അത്ഭുതമായിരുന്നു. കാരണം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭ്രാന്തിയാണ് അമ്മ. താൻ ഇരിക്കുന്ന മുമ്പിൽ വലിയ കൂനയിൽ കല്ല് കൂട്ടി വെച്ചിരിക്കും, വരുന്നവരെറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരമ്മയാണ്. പക്ഷേ ആ അമ്മ പറയുന്ന ഓരോ വാക്കിൻ്റെയും അഗാധതയും വ്യാപ്തിയും മനസ്സിലാക്കണമെങ്കിൽ അനേക ഉപനിഷത്തുകൾ പഠിക്കേണ്ടി വരും. അത്രയും അനുഭവിയായിട്ടുള്ളൊരു അമ്മയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ തെണ്ടിയല്ലേ? അതെ. തെണ്ടികൾ വെള്ള വസ്ത്രം ധരിച്ച് തണ്ടാൻ പാടില്ല, കാവി ഉടുത്തോളൂ. അപ്പം അന്ന് ആ ചെറുപ്പക്കാരൻ അമ്മയോട് ചോദിച്ചു, ഗുരുനാഥൻ സന്യാസം തരാതെ കാവി ഉടുക്കാൻ പാടുണ്ടോ? ഒരു കാവി കളറാവാം. ഇതിപ്പോൾ കാവി മണ്ണാണ്, ഇത് വെള്ളയിൽ കാവി മണ്ണ് മുക്കിയതാണ്. അതല്ല, കാവി കളറ്. അങ്ങനെ കാവി കളറ് മുക്കി ഗോകർണത്തെ സമുദ്രത്തിൽ നിന്ന് ഞാൻ സന്യസിച്ചു എന്ന് സ്വയം മന്ത്രം ചൊല്ലി ഒരു സന്യാസ പേരുവിട്ട് അങ്ങനെ യാത്രയായി. ആ യാത്ര ഹിമാലയത്തിലൂടെ ഗുജറാത്തിലെത്തിപ്പെട്ടു. ഗുജറാത്തിൽ മാധവാനന്ദ ആശ്രമത്തിൽ പരംപൂജ്യ വിമലാനന്ദ സ്വാമികളെ
കണ്ടു. അവിടുന്ന് പിന്നീട് മന്ത്രദീക്ഷയും മറ്റും സ്വീകരിച്ചു. സ്വാമിജിയിൽ നിന്ന് സാമ്പ്രദായികമായി ശാസ്ത്ര പഠനം ഉണ്ടായി. പിന്നെ സ്വാമിജി നിർദ്ദേശം അനുസരിച്ച് കൈലാസാശ്രമത്തിൽ പോയി അവിടുന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അങ്ങനെ 1989 ശിവരാത്രി ദിവസം സ്വാമി ചിദാനന്ദപുരിയായി. ആ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 36 വർഷം, ദീക്ഷ സ്വീകരിച്ചിട്ട് 36 വർഷം കഴിഞ്ഞു. നീണ്ട കാലമാണ്. സ്വാമിജി, ഇതിനിടയ്ക്ക് സ്വാമിജി തന്നെ പറഞ്ഞിരുന്നു, ഒരു സമയത്ത് ചിന്തിച്ചിരുന്നു, അതായത് നമ്മൾ സയൻസിനോട് കൂടുതലൊരു ഇത് വന്നപ്പോൾ ഇതൊക്കെ, അതായത് ഈശ്വരനില്ല എന്നുള്ള രീതിയിൽ, അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുന്നു, ഒരു മനുഷ്യന് ഈശ്വര വിശ്വാസം ശരിക്കും അനിവാര്യമാണോ അല്ലയോ? മനുഷ്യനെ സംബന്ധിച്ച് ഈശ്വര വിശ്വാസം അനിവാര്യമാണെന്ന് ഞാൻ പറയില്ല. ആത്മവിശ്വാസം ദൃഢമായി ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസം ദൃഢമായൊരു വ്യക്തിക്ക് മറ്റൊരു വിശ്വാസവും ആവശ്യമില്ല. പക്ഷേ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. ദൃഢമായ ആത്മവിശ്വാസം ഉണ്ടോ എന്നുള്ളത് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ജനസാമാന്യത്തെ സംബന്ധിച്ച് തൻ്റെ ജീവിതം ആടി ഉലയുമ്പോൾ, പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നണയുമ്പോൾ, ഇനി എന്ത് എന്ന ചോദ്യം വല്ലാതെ അലട്ടുമ്പോൾ ചില ആശ്രയ സ്ഥാനങ്ങൾ അനിവാര്യമാണ്. ഭാരം ഇറക്കി വയ്ക്കാൻ ചില അത്താണികൾ അനിവാര്യമാണ്. അവിടെയാണ് മനുഷ്യന് ഈശ്വര വിശ്വാസം എന്നുള്ളത് തണലാകുന്നത്, ആശ്രയമാകുന്നത്. അത് പ്രാഥമിക തലം മാത്രമാണ്. ഈശ്വരവിശ്വാസം ഒരിക്കലും പരമമല്ല. ഈശ്വരവിശ്വാസം പ്രാഥമികം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ വിശ്വാസങ്ങളും അന്ധങ്ങളാണ്, അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? എല്ലാ വിശ്വാസവും അന്ധമാണ്. വിശ്വാസങ്ങളെല്ലാം അന്ധങ്ങളാണ്. കാരണം ഒന്നിനെ പ്രമാണത്തിനനുസരിച്ച് ഇതാണെന്ന് മനസ്സിലാക്കിയാൽ അത് വിശ്വാസമല്ല, അത് വിജ്ഞാനമാണ്. ഇത് കണ്ണടയാണെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, ഇത് കണ്ണടയാണെന്ന് അറിയുകയാണ്. ഇതൊരു വസ്ത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, ഇത് വസ്ത്രമാണെന്ന് ഞാൻ അറിയുക ചെയ്യുന്നത്. ഇത് മാലയാണെന്ന് ഞാൻ അറിയുകയാണ്. അതുപോലെ ഈശ്വര ജ്ഞാനത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അതാണ് പരമമായത്. വിശ്വാസം എന്നുള്ളത് പ്രഥമമാണ്. പക്ഷെ വിശ്വാസം അനിവാര്യമാണ് സാമാന്യ സമൂഹത്തിന്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പറയാറുണ്ട്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഭഗവാനുണ്ട്, ഈശ്വരനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഭഗവാനോട് നമുക്ക് കൂടുതൽ അടുക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? ഭഗവാനോട് അടുക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ, ഈ വിഷയം നാരദീയ ഭക്തി സൂത്രങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സൂത്രമുണ്ട്, തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ എന്ന്. അതായത് ശരിയായ ഭക്തി നമ്മളിൽ ഉണ്ടാവുന്നതിനുള്ള സാധനം ജ്ഞാനമാണ് എന്ന്. അപ്പം ഏകേ എന്ന് പറഞ്ഞത് കൊണ്ട് ചിലരങ്ങനെ പറയുന്നു, ചില വിദ്വാൻമാരങ്ങനെ പറയുന്നു എന്നാണ് അർത്ഥം. പക്ഷേ നാരദൻ സമുദ്ധരിക്കണമെങ്കിൽ തനിക്കത് സ്വീകാര്യമായതുകൊണ്ടാണ്. അപ്പം എന്താ അതിൻ്റെ താല്പര്യം? നമുക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്രമനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. 50 കൊല്ലം മുമ്പുള്ളതല്ല ഇന്ന് നമുക്കുള്ളത്, ഇന്ന് നമുക്ക് കൈവശമുള്ളതല്ല 50 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുക. ശാസ്ത്രം നിരന്തരം വികസിക്കുന്നതാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് സിദ്ധമായ ശാസ്ത്രമനുസരിച്ച് ഈ പ്രപഞ്ചത്തെ നമ്മളൊന്ന് നിരീക്ഷിക്കുക. അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെയുള്ള സമ്പൂർണ്ണ പ്രപഞ്ചവും, ഈ ശരീരമായാലും ഇതിലെ ടിഷ്യൂകളായാലും ഓർഗൻസ് ആയാലും എന്തിന് ഓർഗാനിക് സെല്ലായാലും ഏതൊരു പ്രതിഭാസവും അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യകാരണ ബന്ധം, ഒരു നിയമ നിയാമക ബന്ധം, ഇതെല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും. ഓരോ കാലഘട്ടത്തിലും നമുക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്രത്തിനനുസരിച്ച് പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ അത്ഭുതകരമായ
ഒരു വെളിപാടാണ് നമുക്ക് വരിക. ഉം. ഇത് മുഴുവൻ തന്നെ വ്യക്തമായൊരു നിയമത്തിന് വിധേയമാണ്. ഉം. ഒരു നിയമം നിലനിൽക്കണമെങ്കിൽ നിയാമകൻ വേണം. വേണം. അപ്പം ഈ തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈശ്വരനിലേക്ക് നമ്മളെ കൂടുതൽ 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 പ്രേമാദരപൂർവം അടുപ്പിക്കുന്നത്. ഉം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈശ്വരനിൽ ഭയം നമുക്കുണ്ടാവില്ല. ഒരിക്കലും ഈശ്വരനെ ഭയക്കാൻ പാടില്ല. ഭയമല്ല ഭക്തി, മറിച്ച് പ്രേമമാണ് ഭക്തി, ഉം. ആദരവാണ് ഭക്തി. ആ പ്രേമാദരങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവാണ്. ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച്, പ്രപഞ്ച പാരസ്പര്യത്തെക്കുറിച്ചുള്ള അറിവ്. ആ അറിവ് വളർത്തും. അതിനനുസരിച്ച് ഈശ്വര മഹിമ നമുക്ക് കൂടുതൽ 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 വ്യക്തമായി വരും. ഉം. ഏത് ശാസ്ത്രത്തിൻ്റെ ശാഖ പഠിച്ചാലും, അത് ആസ്ട്രോഫിസിക്സ് എന്നോ അല്ലെങ്കിൽ ബയോകെമിസ്ട്രി എന്നോ അല്ലെങ്കിൽ ന്യൂറോളജി എന്നൊന്നും വ്യത്യാസപ്പെടുത്തണ്ട. ഏത് ശാസ്ത്രശാഖയാണോ നമ്മൾ പഠിക്കുന്നത്, അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ പോകും തോറും അത്ഭുതകരമായൊരു നിയമത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഉം. എത്ര പഠിച്ചോ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്, എത്ര പഠിച്ചോ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള അവബോധം ലഭിക്കും. അത് ഈ ഈശ്വരീയമായ മഹാത്ഭുതത്തെക്കുറിച്ച് ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കും. ഉം. അത് നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായ യുക്തിഭദ്രമായ ഭക്തിഭാവത്തെ നൽകും. ഇപ്പം ഈ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന അമ്പലത്തിൽ പോവാം. അതായത് ഭഗവാനെ കാണണമെങ്കിൽ അമ്പലത്തിൽ പോവാ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ശരിക്കും ക്ഷേത്ര ദർശനം ഇതിനുള്ള ഇങ്ങനെ ഒരു എളുപ്പമാർഗമായിട്ട് നമുക്ക് കരുതാമോ? തീർച്ചയായിട്ടും ഉപാസനയിൽ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട്. ഉം. ഒരു ദൃഷ്ടിയിൽ നാമരൂപരഹിതമായ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യാൻ ജനസാമാന്യത്തിന് കഴിയില്ല. ഉം. അപ്പം എന്തെങ്കിലും ചില പ്രതീകങ്ങളുടെ സഹായം സ്വീകരിക്കണം. ഉം. നമ്മൾ 1-ാം ക്ലാസ് പഠിച്ചപ്പോൾ 1, 2, 3, 4 എന്നൊക്കെ ടീച്ചർ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഇല്ല. ടീച്ചർ വിരലുയർത്തി 1, 2, 3 എന്ന് കാണിച്ചു. പിന്നീട് ടീച്ചർ കൂട്ടാൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ 4, 3 എത്രയെന്ന് വെച്ചപ്പോൾ 4 ഇവിടെ എണ്ണി, 3 ഇവിടെ എണ്ണി, അങ്ങനെയാണ് 7 എന്ന് പറഞ്ഞത്. ഉം. അതെ. 10 കൂടുതൽ ടീച്ചർ പറയരുത് എന്ന് പ്രാർത്ഥിച്ചു. 10 കൂടുതൽ പറഞ്ഞാലോ ടീച്ചർ ബോർഡിലേക്ക് എഴുതാൻ നോക്കുമ്പോൾ കാലെടുത്തിട്ട് 11, 12, 20 വരെ 20-ന് മുകളിൽ പറഞ്ഞാൽ ടീച്ചറേക്ക് സൂക്കട് വന്നു പോട്ടെ, ഞാൻ മുടപ്പിലാശ്ശേരി ഭഗവതിക്ക് ഒരു പൈസ ഭണ്ണാരത്തിൽ ഇടാം. പക്ഷെ അതേ എനിക്ക് ലക്ഷക്കണക്കിന് കൂട്ടാനുള്ള കഴിവ് പിന്നെ വലുതാവുമ്പോൾ വന്നു. ഉം. വിരലിൻ്റെ ആവശ്യമില്ല, ഇഞ്ചുപടിയുടെ ആവശ്യമില്ല. ഇതുപോലെ നാമരൂപരഹിതമായ ഈശ്വരത്വത്തെ അനുസന്ധാനം ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. അപ്പം ആദ്യഘട്ടത്തിൽ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ആവശ്യമുണ്ട്. അതാണ് വിഗ്രഹം. വിശേഷേണ ഗ്രാഹയതി ഇത് വിഗ്രഹം. വിശേഷേണ നമ്മെ ഗ്രഹിപ്പിക്കുന്നത്. ഉം. രണ്ടാമത്തെ ഘട്ടത്തിൽ അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ സംശയം വരും, അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള വിഗ്രഹങ്ങൾ വെറും പ്രതീകം മാത്രമാണോ? ഉം. പ്രതീകമാണ്, പ്ലസ് അതിനുപരിയുമാണ്. എന്താണ് ആ ഉപരി? ഉപരി വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉം. ഉപാസനാബലമോ അഥവാ സാക്ഷാത്കാര ബലമോ ഉള്ള മഹാപുരുഷന്മാർ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ശക്തി കേന്ദ്രങ്ങളാണവ. ഉം. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രതീകമാണ്. രണ്ടാമത് മനസ്സിലാക്കുന്നു പ്രതീകത്തിലുപരിയാണ്, ശക്തി കേന്ദ്രങ്ങളാണ്. വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ഉപാസിച്ചു വരുന്ന ശക്തി കേന്ദ്രങ്ങളാണ്. ഇപ്പം സ്വാഭാവികമായും അത്തരം കേന്ദ്രങ്ങളിൽ അനേകം പേര് ഉപാസനയ്ക്കായി ഒത്തുചേരുമ്പോൾ ഉം. അവരുടെ മുഴുവൻ സങ്കല്പങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പ്രതിഷ്ഠയോട് ചേരുകയാണ്. ഉം. അപ്പോൾ പ്രതിഷ്ഠാതാവിൻ്റെ ഒരു സങ്കല്പശക്തി, അവിടെ അർച്ചന ചെയ്യുന്ന അർച്ചകൻ്റെ സങ്കല്പശക്തി, അതോടുകൂടി ദർശകന്മാരായ ആയിരക്കണക്കിന് ആൾക്കാരുടെ സങ്കല്പങ്ങൾ ഒത്തുചേരുന്നു. ഉം. അതുകൊണ്ട് തന്നെ സൂക്ഷ്മശക്തിയുടെ ഒരു മഹാസങ്കേതമാണ് ഓരോ ക്ഷേത്രവും. ഉം. അപ്പോൾ അത് കേവലം പ്രതീകമല്ല. ആദ്യം നമ്മൾ പ്രതീകം എന്നുള്ളതിലാണ് ആരംഭിച്ചത്. ഉം. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അത് വലിയ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അവിടെ പോവുകയും ആരാധിക്കുകയും അതും ശുദ്ധഭാവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു പരിവർത്തനം സാധകനിൽ ഉണ്ടാക്കി തീർക്കും.
ആ പരിവർത്തനത്തിൻ്റെ ഫലമായി ചിത്തശുദ്ധിയും ഏകാഗ്രതയും വളരുന്നതിനനുസരിച്ച് നമുക്ക് ആ ക്ഷേത്രത്തിന് ഉപരി എത്തിച്ചേരാൻ പറ്റും. നാമരൂപാത്മകമായ ഉപാസനയ്ക്ക് ഉപരി എത്തിച്ചേരാൻ പറ്റും. പക്ഷേ നാമരൂപാത്മകമായ ഉപാസനയ്ക്ക് ഉപരി എത്തിച്ചേർന്നാലും ഒരിക്കലും നമ്മളതിനെ നിന്ദിക്കില്ല. പറഞ്ഞൊരർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഏതാനും വർഷം മുമ്പ്, അപ്പോൾ കൊച്ചു കുഞ്ഞായപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച നാട്ടിലേക്ക് പോയി. ചെന്നപ്പോൾ സ്കൂൾ അവിടെ തന്നെ ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചത് എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂൾ പൊളിക്കാന്നാ. ഞാനവിടെ പഠിച്ച് പൂർത്തിയാക്കി അടുത്ത ക്ലാസ്സിലേക്ക് പോയാലും അതിലേക്ക് പഠിക്കാനുള്ള അടുത്ത തലമുറ വരുന്നുണ്ട്. അതുകൊണ്ട് നീ നാമരൂപാത്മകതയ്ക്ക് ഉപരി എത്തിയോ, അതുകൊണ്ട് നീ ഇതിനെ നിന്ദിക്കില്ല. ഇത് ഉത്കൃഷ്ടമായി തന്നെ നിലനിർത്തണം. കാരണം ഇനി വരുന്നവർക്കത് ആശ്രയിക്കാനുള്ള സങ്കേതമാണ്. ഈ രീതിയിൽ അദ്വൈത പ്രതിഷ്ഠരായ മഹാത്മാക്കൾ പോലും നമുക്ക് ക്ഷേത്രങ്ങളെ പ്രദാനം ചെയ്തു. അതുകൊണ്ട് ക്ഷേത്രോപാസന മുഖ്യമാണ് എന്നാണ് പറയാനുള്ളത്. പക്ഷെ അതോടുകൂടി വീട്ടിലുള്ള നാമജപം, മന്ത്രജപം തുടങ്ങിയവയും നിലനിർത്തണം. അതെ. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചം ശരിക്കും ഈശ്വര സൃഷ്ടിയാണോ? കാരണം അത് ഈ യുക്തിവാദികളുടെ ഇടയിൽ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ശരിക്കും അതിനെ അവിടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈശ്വരൻ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ബ്രഹ്മാവ്, അല്ലെങ്കിൽ ഒരു അള്ളാഹു, അല്ലെങ്കിൽ ഒരു യഹോവ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കക്ഷി ഉണ്ടാക്കുന്നൊരു വസ്തുവായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഭാരതീയ വീക്ഷണമനുസരിച്ച് ചാക്രിക ഗതിയിൽ ഓരോ കൽപ്പത്തിൻ്റെയും ആദിയിൽ മുൻ കൽപ്പത്തിൽ കാരണഭാവത്തിലേക്ക് വിലയിച്ച പ്രപഞ്ചം വീണ്ടും പ്രകടമാകും. പ്രകടമായ പ്രപഞ്ചം കൽപ്പാന്തത്തിൽ വീണ്ടും പ്രളയത്തെ പ്രാപിക്കും. അതായത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലൂടെ കാരണഭാവത്തെ പ്രാപിക്കും. കാരണഭാവത്തെ പ്രാപിച്ചത് സൂക്ഷ്മത്തിലൂടെ സ്ഥൂലഭാവത്തെ പ്രാപിക്കും. ഇത് ചാക്രികമായി തുടർന്നുകൊണ്ടേയിരിക്കും, അനാദ്യ അനന്തമായിട്ട്. ഇതാണ് ഭാരതീയമായ അല്ലെങ്കിൽ വൈദികമായ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പം. ആവിർഭാവ തിരോഭാവങ്ങൾ എന്നാണ് അതുകൊണ്ട് സൃഷ്ടിയെ പറയുക, സംഹാരത്തെ പറയുക. പുതുതായിട്ട് ഉണ്ടാവുന്നുമില്ല, ആത്യന്തികമായി ഇല്ലാതാവുന്നില്ല. സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മതയിലൂടെ കാരണത്തെ പ്രാപിക്കും, കാരണത്തിൽ നിന്ന് സൂക്ഷ്മതയുടെ സ്ഥൂലത്തെ പ്രാപിക്കും. ഈ സ്ഥൂലം എന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രപഞ്ചവും ഞാനും നീയും അതും ഇതും എല്ലാം ഉള്ളത്. അല്ലാതെ ഒരു വ്യക്തി ഉണ്ടാക്കുകയല്ല. അപ്പം ഈ ഒരു പ്രതിഭാസം നടക്കണമെങ്കിൽ ആ പ്രതിഭാസത്തിന് പിന്നിൽ ഒരു നിയമക്രമം, ഒരു അധിനിയമം വേണം. ഏതൊരു പ്രതിഭാസം സംഭവിക്കണമെങ്കിലും അത് പിന്നിലൊരു നിയമക്രമം വേണം, ഒരു അധിനിയമം വേണം. ആ അധിനിയമത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. ഈശ്വരൻ എന്ന് പേര് വിളിക്കാൻ മടിയുണ്ടോ? അവർ വിളിക്കണം, നമുക്കൊരു നിർബന്ധമില്ല. XYZ എന്ത് വിളിച്ചാലും നമുക്ക് വിരോധമില്ല. പക്ഷേ ഒരു പ്രതിഭാസം സംഭവിക്കണമെങ്കിൽ, ആ പ്രതിഭാസത്തിന് പിന്നിലൊരു നിയമവ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ നിയാമകൻ ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ യുക്തി. ഈ യുക്തിയെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള സാങ്കേതിക ശാസ്ത്രത്തിനനുസരിച്ച് മാത്രം എല്ലാത്തിനെയും വിലയിരുത്താൻ നിൽക്കരുത്. കാരണം ശാസ്ത്രം എപ്പോഴും വികസ്വരമാണ്, വികസിതമല്ല. ശാസ്ത്രത്തിന് ഡെവലപ്ഡ് എന്നൊരവസ്ഥയില്ല. വികസിത ശാസ്ത്രം എന്നൊന്നില്ല. ഉണ്ടെങ്കിൽ പിന്നെ ശാസ്ത്രജ്ഞന്മാരോട് ആവശ്യമില്ല, പരീക്ഷണ ഗവേഷണങ്ങൾ ആവശ്യമില്ല. നിരന്തരമായി റിസർച്ച് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ നിഗമനത്തിലെത്തരുത്. അത് വിശ്വാസി എന്ന് പറയുന്നവനും എത്തരുത്, അവിശ്വാസി എന്ന് പറയുന്നവനും എത്തരുത്. അതാണ് നമുക്ക് ആവശ്യമുള്ള യുക്തിബോധം. അപ്പം ആ നിലയ്ക്ക് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമായ അധിനിയമത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഈശ്വരൻ. അത് നിഷേധിക്കാൻ പറ്റില്ല. ആ ഈശ്വരന് അറബിയിൽ നിങ്ങൾ ഒരു പേര് വിളിച്ചോളൂ, സംസ്കൃതത്തിൽ വേറെ പേര് വിളിച്ചോളൂ, ഹിബ്രുവിൽ വേറെ പേര് വിളിച്ചോളൂ, അതിന് വിരോധമില്ല. വസ്തു ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, രണ്ട് ഈശ്വരന്മാരില്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. നമ്മൾ ഈ ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന പുതുതലമുറയിലെ കുട്ടികളെ, അയ്യോ ഈ പദങ്ങളൊന്നും എനിക്കറിയില്ല. ജെൻസി, ജെൻ ആൽഫ എന്ന് പറഞ്ഞാണ് ഒന്നും കൂടി ന്യൂ ജനറേഷൻ കുട്ടികള്
അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും ഭക്തി സ്വാധീനിക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ ഈ നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും ഇവരിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടല്ലോ. അപ്പോ ഇത് ശരിക്കും ഇങ്ങനെ തന്നെ തുടരേണ്ടതുണ്ടോ? സ്വാമിജിയുടെ ഒരു കാഴ്ചപ്പാട്. ആവശ്യകതയിൽ നിന്നാണല്ലോ ഓരോന്നും ഉണ്ടാവുന്നത്. അതെ. മാത്രമല്ല, ആവശ്യകതയിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതല്ല, നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമൂഹത്തിൽ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്നർത്ഥം. പിന്നെ നമ്മൾ കാണുന്നത് വളരെയധികം ഭജന സംഘങ്ങൾ വളർന്നു വരുന്നു. കേരളത്തിലല്ല, ഭാരതത്തിലല്ല, ലോകം മുഴുവൻ. അതിലൊക്കെ നേതൃത്വം കൊടുക്കുന്നത് യുവതീ-യുവാക്കന്മാരാണ്. പങ്കെടുക്കുന്നതിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണ്. അത് വളരെ നല്ലൊരു ഒരു 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 മാറ്റമായിട്ടാണ്, പരിവർത്തനമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം വലിയൊരു വിഭാഗം മയക്കുമരുന്നുകൾക്ക് അടിമയായി എന്താണ് ചെയ്യണതെന്ന് പോലും അറിയാതെ പലതും ചെയ്തു കൂട്ടി പോകുന്ന ഒരു വൈകാരികതയിൽ മാത്രം പെട്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് ആ സമാജത്തെ അതേ വൈകാരികത കൊടുത്തുകൊണ്ട് തന്നെ, വേദാന്തം പഠിപ്പിച്ചിട്ടല്ല, അതേ വൈകാരികത കൊടുത്തുകൊണ്ട് തന്നെ ഉയർന്ന ഒരു ഒരു ചിന്താവിധാനത്തിലേക്ക് എത്തിക്കുക. കാരണം യുവസമൂഹത്തിലുള്ളതായ ആ ശക്തി, ഊർജം, അതിനെ വിപരീത ദിശയിലേക്ക് താൻ അധപ്പതിച്ച് പോകാവുന്നതിൽ നിന്ന് മാറ്റി ഉയർത്തുന്ന വലിയൊരു ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ ഈ ഭജനകളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലതാണ്, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് ഇത്തരം ഭജനകളിലൊക്കെ ഇന്ന് പങ്കുചേരുന്നത്. എന്നല്ല, പല പല പുതിയ ട്രൂപ്പുകളും ഞാൻ തന്നെ 2-3 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പക്കാരാ, എല്ലാം ചെറുപ്പക്കാരാ. ഈ കഴിഞ്ഞ വർഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗുരുവായൂർ ഒരു ഭജന ഞാൻ കണ്ടു, കേട്ടു. ആ ഭജന പാടുന്നതൊക്കെ ഒരു 17, 16, 18 വയസ്സുള്ള പെൺകുട്ടികളാണ്. പക്ഷെ അവരുണ്ടാക്കി തീർക്കുന്ന ആവേശം കൊണ്ട് ആ ഹോള് മുഴുവൻ തന്നെ ഏറ്റുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറി. അതിൽ യുവജനങ്ങളുണ്ട്, വൃദ്ധന്മാരടക്കമുണ്ട്. അപ്പം ഇത് ഭാരതത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ പണ്ടേ ഉള്ളതാണ്. ഭജന ചൊല്ലി നൃത്തം ചെയ്യുക എന്നുള്ളത് ഗുജറാത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ഒക്കെ തന്നെ മുമ്പേ ഉള്ളതാണ്. കേരളത്തിൽ അത് അങ്ങനെ ഇല്ലായിരുന്നു. ഇതുപോലെ തന്നെ നമുക്കിന്ന് കാണാൻ കഴിയും മറ്റ് രാഷ്ട്രങ്ങളിലും. ഹിന്ദു സമൂഹത്തിൽ ഇതുണ്ട്. ഇത് മറ്റ് മതവിഭാഗങ്ങളിൽ ഇത് ആദ്യമുണ്ട്, പാട്ടുകൾ പാടി നൃത്തം ചെയ്യുന്ന രീതികൾ. അപ്പം നമുക്കിവിടെ കൂടുതൽ പെന്റക്കോസ്റ്റിലൊക്കെയാണ് നമ്മളത് കാണുക. അതല്ലാതെ പള്ളികളിലും മറ്റ് കൂടിച്ചേർന്നുള്ള കീർത്തനങ്ങളിലൊക്കെ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതര മതങ്ങളിൽ നിലനിന്നതാണ്. പക്ഷെ ഹിന്ദു സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ പ്രായണ കുറവായിരുന്നു. അതിൽ വലിയൊരു പരിവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ നോക്കി കാണുന്നത്. നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകട്ടെ. കാരണം നമ്മുടെ യുവശക്തി അതാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് മയക്കുമരുന്നുകളിലേക്ക് പോകുന്നു, മദ്യത്തിലേക്ക് പോകുന്നു, രാഷ്ട്രവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്ന് പരാതി പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല. യുവസമൂഹത്തെ നിന്ദിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അവർക്ക് ചില ചാനലുകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പം അത്തരം ചാനലുകളാണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പുതുതലമുറയ്ക്കുള്ള ഒരു സന്ദേശം കൂടി. പുതുതലമുറ എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും പുതുതലമുറയ്ക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എങ്കിലും ഇന്ന് നമ്മൾ വളരെ കഴിവുള്ള, പ്രത്യേകിച്ച് ടെക്നിക്കൽ എബിലിറ്റി വളരെ കൂടിയ ഒരു യുവസമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിനുപരിയായിട്ട് മറ്റുള്ളവൻ്റെയും അവളുടെയും അവൻ്റെയും കുറ്റങ്ങളും കുറവുകളും നോക്കി പരിദൂഷണം ചെയ്യാനുള്ള യാതൊരു മനോഭാവവും പുതിയ തലമുറയിൽ ഞാൻ കാണുന്നില്ല. എല്ലാവരും നല്ല കുട്ടികളായിട്ടാണ് കാണുന്നത്. അപ്പം അതിനോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുക. ഞാൻ ജീവിക്കുന്നതോടൊപ്പം ഈ പ്രപഞ്ച താളത്തിനൊരു ദോഷം വരരുത്. ഞാൻ ജീവിക്കുന്നതോടൊപ്പം എൻ്റെ സമൂഹം കൂടി
ഉയർന്നു വരണം. അതിന് വിഘാതമായിട്ട് മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടാവരുത്. അതാണ് ധർമ്മം എന്നുള്ള ബോധം. ഈ ധർമ്മബോധത്തോടു കൂടി നമ്മുടെ ക്രിയേറ്റിവിറ്റി വളർത്തിക്കൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഉയർന്ന് നൃത്തത്തിലായാലും സംഗീതത്തിലായാലും ചിത്രത്തിലായാലും ശില്പത്തിലായാലും മെഡിസിനിലായാലും നിയമത്തിലായാലും എഞ്ചിനീയറിങ്ങിലായാലും ഇന്നതെന്ന് പറയുന്നില്ല, ഏത് മേഖലയിലാണോ തൻ്റെ കഴിവ് അതിനെ വികസിപ്പിച്ചിട്ട് നമ്മുടെ രാഷ്ട്രത്തെ, ഭാരതത്തെ ലോകോത്തരമാക്കി ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നതിന് നമ്മുടെ ഊർജം വിനിയോഗിക്കണം എന്ന് മാത്രമാണ് ചുരുങ്ങിയ വാക്കിൽ യുവസമൂഹത്തോട് പറയാനുള്ളത്. ഒരുപാട് നന്ദി. നമസ്കാരം.